ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജ്ജി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. കുറച്ച് ടിപ്സ് കൂടി പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒന്നാണ് മുളക് ബജ്ജി. പക്ഷേ എരിവുണ്ടെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവരുമുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ എങ്ങനെ അതിൻ്റെ എരിവ് കുറയ്ക്കാം എന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മുളകിൻ്റെ എരിവ് കുറയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്യാം. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുളകും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ മുളകും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് മുളക് നമുക്ക് കത്തി കൊണ്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ച ചൂടുവെള്ളമാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അങ്ങനെ ഒഴിച്ച് വെച്ച് 1 മിനിറ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ മുളകിലുണ്ടാകുന്ന എരിവ് പോയി കിട്ടും. ഒട്ടും എരിവില്ലാത്ത മുളകിലോട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ അത് തീരെ എരിവില്ലാത്ത മുളകായി മാറും. 1-2 മിനിറ്റേ ഉള്ളൂ വെള്ളത്തിലിട്ടിട്ട്. ഇത്രയും മതി. ഇനി നമുക്ക് വെള്ളം മാറ്റിയെടുക്കണം. വെള്ളം മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മുളകിലും വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ബജ്ജി തയ്യാറാക്കുമ്പോൾ അതിനുള്ളിൽ വെള്ളം കാണും. പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് മുളകിൻ്റെ അറ്റത്ത് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മൾ സെൻറ്ററിലാണ് അരിയുന്നതെങ്കിൽ വെള്ളം മാറ്റാൻ കുറച്ച് പാടുണ്ടാകും. നമ്മൾ എടുക്കുന്ന മുളക് നല്ല എരിവുള്ളതാണെങ്കിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലിടണം. എന്നിട്ട് 30 സെക്കൻഡ് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് വെള്ളം കംപ്ലീറ്റ് മാറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി പെട്ടെന്ന് ബാറ്റർ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 200 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ബജ്ജി നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നല്ലപോലെ തിക്കായിരിക്കണം. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ. നല്ല കോട്ടായി കിട്ടണം. മുളകിടുമ്പോൾ നല്ലപോലെ കോട്ടായി കിട്ടണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് മുളകിട്ട് കൊടുക്കാം. ഓരോ മുളകായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ള ഓയിലിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സമയം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടാവുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മുളക് നല്ലതുപോലെ കോട്ടായി കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ബജ്ജി നല്ല പെർഫെക്റ്റായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ മുളകും ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലതുപോലെ നമുക്ക് പൊങ്ങി വരും. ശകലം ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ബജ്ജി. ഇത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ബജ്ജി ഉണ്ടാക്കാനും ബാറ്റർ ഇതുപോലെ തയ്യാറാക്കിയാൽ മതിയാകും. കത്തിരിക്ക ബജ്ജി, ഉരുളക്കിഴങ്ങ് ബജ്ജി, അതുപോലെ തന്നെ വാഴയ്ക്ക ബജ്ജി, ഏത് ബജ്ജി നമുക്ക് ഇതുപോലെ തന്നെ ബാറ്റർ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ രുചികരമായിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.